പ്രതിയുടെ പേര് റിജോ ആന്റണി, റിൻഡോ എന്ന് കൂടി പേരുണ്ട്. റിൻഡോ എന്ന് വിളിക്കുന്ന റിജോ ആന്റണി ദീർഘകാലം അയാൾ ഗൾഫിലായിരുന്നു. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത് അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യരുത്. അയാൾക്കറിയാം CCTV ഉണ്ടാകും. CCTVയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യരുതെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു. ബാങ്കിൻ്റെ സിസ്റ്റം അല്ല അയാൾ കണ്ട് മനസ്സിലാക്കി. ഇതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ ക്യാഷ് എവിടെയാണ് വെക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു. പിന്നെ അയാളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം. വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന്, CCTV ഉണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ് അയാൾ ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൻ്റെ നമ്പർ, അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന ഞെക്കി വയ്ക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട്, പുതിയ മോഡൽ, അതൊരെണ്ണം ഇളക്കിയിട്ടാണ് അയാൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ്. ഇനി അയാൾ ചെയ്ത പരിപാടി, വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററുണ്ട്. റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു, ഫിംഗർ പ്രിൻ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി, ഫിംഗർ പിടിക്കാതിരിക്കാൻ വേണ്ടി, ഒരു തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷനും കിട്ടാതിരിക്കാൻ വേണ്ടി. എല്ലാവർക്കറിയാം അയാൾ പറയുന്ന കണ്ണിൻ്റെ റെറ്റിന ഐഡൻറ്റിഫിക്കേഷൻ, വിരലിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത്. ഡ്രസ്സ് ഐഡൻറ്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി, രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തതുവരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രെയിറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണയുണ്ട്. അയാൾ ബാങ്കിൽ വന്നു, നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അദ്ദേഹം പറയുന്നു, ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ വേറെ രസം, ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അയാൾ പറയുന്നു, എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലേ ഉള്ളത്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം അയാൾക്ക് നന്നായിട്ട് അറിയാം. ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം 2 to 2:30 അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയുന്നുണ്ട്. 2 മുതൽ 2:30 ആരും കാണത്തില്ലെന്ന് അയാൾക്കറിയാം ഫെഡറൽ ബാങ്കിൽ. കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത്, ഇത് പോട്ടയിലെ ഫെഡറൽ ബാങ്കാണ്. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി. ഇട റോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട്. അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്യുമെന്ന്. വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടെല്ലാം അയാൾ ഒഴിവാക്കി. പോയിട്ട് പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും CCTV ക്യാമറ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് പോയിട്ട് അയാൾ ഈ ഡ്രസ്സ് മാറി അയാൾ പുതിയ ഡ്രസ്സായി. ഇപ്പോൾ 3ാമത്തെ ഡ്രസ്സായി. ഓപ്പറേഷൻ ഇറങ്ങി 3ാമത്തെ ഡ്രസ്സ്. നമ്പർ പ്ലേറ്റ് എപ്പോഴും പഴയതാണ്. പിന്നെ ഇയാൾ ചെയ്തത് അവിടുന്ന് വീണ്ടും റിയർ വ്യൂ മിറർ പെട്ടെന്ന് ഫിറ്റ് ചെയ്തു. അത് ഒരു 400-500 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ റിയർ വ്യൂ മിറർ ഫിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ. ഒരു വണ്ടി പോന്നു, നേരത്തെ കണ്ട വണ്ടി അല്ലല്ലോ, നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമ്പർ പ്ലേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം വ്യാജ നമ്പറാണ്. ഞങ്ങൾ നമ്പർ പ്ലേറ്റൊക്കെ വെരിഫൈ ചെയ്തു. അങ്ങനെ ഒരു നമ്പർ ഇല്ല. അങ്ങനൊരു വണ്ടി ഈ എൻഡോർക്ക് എന്ന് പറയുന്ന സ്കൂട്ടറാണിത്. TVSൻ്റെ എൻഡോർക്കിന് ഇല്ലാത്ത നമ്പറാണെന്ന് മനസ്സിലായി, വ്യാജ നമ്പറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഡ്രസ്സ് ആദ്യം കണ്ട ഡ്രസ്സല്ല പിന്നെ കാണുന്നത്. കളറ് മാറി, ഡ്രസ്സ് മാറി, സ്യൂട്ട് മാറി. പിന്നെ പക്ഷേ ഷൂവിൻ്റെ അടിയിൽ ഒരു നമ്പർ, ഒരു കളറ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഷൂവിൻ്റെ അടിയിലെ ആ കളറാണ് ഞങ്ങൾക്ക് ഒരു ഹിൻ്റായത്. പിന്നെ ഇയാൾ വീണ്ടും റൂട്ട് മാറ്റി എക്സ്ട്രീം ഇൻറ്റീരിയർ കുറേ പോയി, കറങ്ങിയിട്ട് വീണ്ടും അയാൾ ഹൈവേയിൽ വന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ചെയ്തതാണ്. ഈ 2 മിററും നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതാണ് നമ്മൾ സെക്കൻഡ് ഡേ വന്നപ്പോഴത്തേനും നമുക്ക് കുറേ കൺഫ്യൂഷൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരേ സമയം CCTV മാത്രമൊന്നുമില്ല, ഞങ്ങൾ വളരെ വെൽ പ്ലാൻഡായിട്ട്, അതാണ് കേരള പോലീസിൻ്റെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞത്. ഏറ്റവും സീനിയർ ഓഫീസർ, സംസ്ഥാന പോലീസ് മേധാവി മുതൽ ADGP LNO മനോജ് എബ്രഹാം സാർ മുതൽ IGP പിന്നെ മീണ സാർ മുതൽ ഹരിശങ്കർ സാർ, DIG ഹരിശങ്കർ സാറ്,
ഞാൻ എൻ്റെ പിന്നെ DYSP-മാർ അത് നേതൃത്വം കൊടുത്തത് സുമേഷ് DYSP, കൊടുങ്ങല്ലൂർ DYSP, പിന്നെ രാജു, ഞങ്ങളുടെ എല്ലാ ടീമും അതിനകത്തുണ്ട്. മുഴുവൻ പേർക്കും നല്ല റോളാണ്. കാരണം ഞങ്ങൾ 3 ദിവസം ഉറങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പട്ടാപ്പകലൊരു മോഷണം നടക്കുക, നിങ്ങളത് വളരെ നല്ല രീതിയിൽ കവർ ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തു. റിജോ ഏറെ വർഷം ഗൾഫിലായിരുന്നു. ഇപ്പം നിലവിൽ അയാൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അയാൾക്ക് പുതിയൊരു വീടൊക്കെ വാങ്ങിച്ചു. ഇവിടെ വന്ന് നല്ല രീതിയിൽ ജീവിക്കുകയാണ് അയാൾ. വലിയ വീടും ഒക്കെയാണ്. പക്ഷേ അയാൾ കുറേ സാമ്പത്തിക ബാധ്യത വന്നപ്പം അത് കവർ ചെയ്യാൻ അയാളൊരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട്. അയാൾ പറഞ്ഞ അതേപടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അയാൾ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൈസയെ സംബന്ധിച്ച് പോലും അയാൾ തിരിച്ചും മറിച്ചൊക്കെ പറയുന്നുണ്ട്. അയാൾ കൺഫ്യൂസ്ഡായിട്ടാണ് പറയുന്നത്. പൈസ ഉണ്ട്, ഒരിടത്തുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. റിക്കവറി അയാൾ ഉണ്ടെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനല്ല. ഞങ്ങൾക്കതിന് ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ ആദ്യം ഒന്ന് പറയുന്നു, ഇച്ചിരി കഴിഞ്ഞാൽ വേറൊന്ന് പറയുന്നു. അത് ഞങ്ങൾ വെരിഫൈ, അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രോപ്പറായിട്ട് ഇപ്പം ചോദ്യം ചെയ്യും. തുടർന്നറിവുകളെല്ലാം പെട്ടെന്നാണ് ഇപ്പം തന്നെ ഞങ്ങളെല്ലാം ചെയ്യും. അയാൾ നല്ലപോലെ മദ്യപിക്കുന്ന ആളാണ്. അയാൾ സമ്മതിക്കുന്നുണ്ട്. ഈ കൊണ്ടുപോകുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ അയാൾ ഒരു കുപ്പി ലിക്കർ വാങ്ങിച്ചെന്നും പറയുന്നുണ്ട്. അത്യാവശ്യം കടം 48-49 അയാൾക്ക് കടമുണ്ട്. ഒരു കടം അയാൾ 2,90,000 രൂപ ഒരാൾക്ക് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. ഈ പൈസയിൽ നിന്ന് 2,90,000 ലയബിലിറ്റി ബാങ്ക് അല്ല, അല്ലാതെ ഒരുപാട് കടങ്ങളുണ്ട്. അയാളൊരു വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. വലിയൊരു വീടും വലിയ സൗകര്യത്തിനും വീടാണ് വാങ്ങിച്ചത്. അല്ല, 2,90,000 ഒരാൾക്ക് മാത്രം കടം വീട്ടാൻ കൊടുത്തു എന്നയാൾ പറഞ്ഞിട്ടുണ്ട്. ലിക്കർ വാങ്ങിച്ചു, എൻ്റെ കുറച്ച് പൈസ ചിലവാക്കി, കുറച്ച് പൈസ ബണ്ടിൽ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അത് അയാൾ തിരിച്ചും മറിച്ചും പറയുമ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യണം. അത് ഞങ്ങളത് ഇപ്പം തന്നെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം തന്നെ തുറന്ന നടപടിയിലേക്ക് നമ്മൾ പോവുകയാണ്. വൈഫ് പുറത്താണ്, ഗൾഫിലാണ്, കുവൈറ്റിലാണ്, നല്ലൊരു ജോലിയിലാണ്. അവർ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എന്തോ അത് റിക്കവറി ഞങ്ങൾ നടത്താൻ ഞങ്ങൾ പറഞ്ഞല്ലോ. റിക്കവറി എന്ന് പറയുമ്പോൾ അതൊരു നിയമപരമായുള്ള നടപടിയാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഉടൻ തന്നെ ഉണ്ട്. അല്ലാതെ വൈകത്തില്ല. സ്വദേശം ചാലക്കുടിയാണ്. മാത്രമല്ല ആ ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിയുണ്ടല്ലോ, പോട്ടാപ്പള്ളി. ആ പള്ളിയിൽ അതാണ് അയാൾ അവിടെ വരാൻ കാരണം. ആ പള്ളിയിൽ അയാൾ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട്. അയാൾ അതേ ഇടവകയാണ്. ഭാര്യ ദൂർത്തടിച്ച് കളയുന്നു. അയാൾക്ക് അനാമത്ത് ചെലവുകൾ ഒരുപാടുണ്ട്, കമ്പനീസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കുറെ കാര്യങ്ങൾ അയാൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, കുറെ പൈസ വേണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് കണ്ടു 3 കെട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടു. അത് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്ന കണ്ട് കറക്റ്റായിട്ട് അത് കെട്ടിവെച്ചിരുന്നതാണ്. അത് അതേപടി എടുത്തു. അപ്പോഴത്തേന് അകത്താളുണ്ട്. ഫോൺ വിളിക്കുന്ന ശബ്ദമൊക്കെ അയാൾ കേട്ടു. അകത്ത് അവർ പലരും വിളിക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ റോഡ് സൈഡാണല്ലോ, കൂടുതൽ സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതാണ് അയാൾ സ്പീഡപ്പ് ചെയ്ത് നല്ലൊരു എമൗണ്ട് കിട്ടിയല്ലോ. നേരെ 3 ബണ്ടിൽ തന്നെ പെട്ടെന്ന് ഓപ്പണായിട്ടിരിക്കുക. അതാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളൊന്ന് ചോദ്യം ചെയ്ത് ഞങ്ങളുടെ ഞാൻ അയാൾ ഫസ്റ്റ് ഓഫൻസ് എന്ന് പറയുന്നു. ചോദ്യം ചെയ്യലുണ്ട്. ചോദ്യം ചെയ്ത ശേഷം മാത്രമേ പോലീസിനെ 2 ദിവസം വളരെയധികം മുൾമുനയിൽ നിർത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് എത്ര നാൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ അയാൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഈ ഞങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അതൊന്നും ഈ പറഞ്ഞൊന്നും ഞങ്ങൾ അതേപടി എടുക്കുന്നില്ല. ഈ പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾ ഫൈനലായിട്ട് എടുക്കുന്നില്ല. അയാൾ പറഞ്ഞ് കിട്ടിയ വിവരങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി. ഞാനതാ പറഞ്ഞത്. ഉണ്ട്, അവിടെ പൈസ ഉണ്ട് എന്ന് അയാൾ എഗ്രി ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കത് അതിൻ്റെ ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ എവിടെ വെച്ചേക്കുന്നുള്ള തിരിച്ചും മറിച്ചൊക്കെ പറയുകയാണ്. അതായത് ഞങ്ങൾക്ക് ഒന്നും കൂടെ ചോദ്യം ചെയ്യാം. അല്ല, ആ ഭാഗമൊക്കെ അന്വേഷിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പല റൂട്ട് തിരിച്ചും മറിച്ചൊക്കെ വന്നതായിട്ട് പറയുന്നു. അതിലെല്ലാം ക്ലാരിറ്റി വേണം. ഞങ്ങൾ ഒരുപാട് സമയം കിട്ടിയില്ലല്ലോ, ചെറിയ സമയം കിട്ടിയുള്ളൂ. അതെല്ലാം ചോദിച്ച് അയാൾ പറഞ്ഞതിനെല്ലാം ഞങ്ങൾക്കൊരു ഫൈനൽ അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലാണ് ഞങ്ങൾ പിന്നെ CCTV ഫുട്ടേജ് നോക്കി, കോൾ ഡീറ്റെയിൽസ് നോക്കി, പിന്നെ ടവർ ലൊക്കേഷൻ നോക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പോലീസ് ടീം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ മുഴുവൻ പോലീസും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്നൊരു മാക്സിമം തൃശ്ശൂർ ജില്ല, റൂറൽ ജില്ലയുടെ
ഈ ക്രൈം വർക്കുമായിട്ട് ഇടപെടുന്ന ഞങ്ങളുടെ മുഴുവൻ റാങ്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവരെല്ലാം പല സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഒറ്റ കാര്യം കൂടി, ഈ പ്രതി എന്താണ് നാട് വിടാതിരുന്നത്? അവിടെ തന്നെ ഈ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കാൻ കാരണം അയാൾക്ക് പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് അതിനാണ് അയാൾ ഇത്രയും ചെയ്തത്. കാരണം ഇത്ര പ്ലാൻഡ് ആയിട്ട് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വണ്ടി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അയാളുടെ വീട്ടുമുറ്റത്തുനിന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ കൃത്യമായിട്ട് ഓരോ ഇഞ്ചും, അതാണ് പല പ്രാവശ്യവും ഞങ്ങൾക്ക് എടുത്ത് പലതും പറയാൻ പറ്റിയില്ല. ചെന്ന സമയത്ത് ഫസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അയാള് ഷോക്ക്ഡ് ആയിപ്പോയെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം അയാൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. കാരണം അയാൾ വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ വീട് കണ്ടല്ലോ നിങ്ങൾ, വലിയൊരു വീടാണ്, വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ വലിയ ആളായിട്ട്. കാരണം ഭാര്യ പുറത്താണ്, വലിയ ജോലിയുണ്ട്. അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി. അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ പട്ടാപ്പോലെ കയറത്തില്ല. ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ടീം ഈ പരിസരത്തെല്ലാം കറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതി സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിൽ നിന്ന് കുടുംബസമ്മേളനം നടന്നിരുന്നു പറഞ്ഞു. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. അയാൾ പിന്നെ പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാൾ വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ലല്ലോ. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല. കാരണം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡന്റിഫിക്കേഷനും ആൾ ഐഡന്റിഫിക്കേഷനുമാണ്. അതിനാണ് ഈ ഡബിൾ ഗാർഡ് എടുത്തത്. അതായത് അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ആ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അയാൾ മിറർ റിമൂവ് ചെയ്ത സമയത്ത് അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഒരിടത്ത് പോലും ഊരിയിട്ടില്ല. ഇത് പോലീസിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പിന്നെ പോലീസിൻ്റെ ഇന്ന് പോലും സീനിയർ ഓഫീസർ DIG സാർ ഇന്ന് തൃശ്ശൂർ വന്നു. ഞങ്ങളെല്ലാവരും സീനിയർ ഓഫീസേഴ്സ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് എപ്പോഴും ഞങ്ങൾ ഇന്ന് മാത്രമാണ് ഞങ്ങൾ ഇല്ലയോ. നിങ്ങളെല്ലാം വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കറക്റ്റ് ട്രാക്കാണ്. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു പിടിക്കാൻ പറ്റുമോ. 100% ഉറപ്പുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ രീതിയിലുള്ള വർക്കാണ് ചെയ്തത്. പിന്നെ ഇതേ സമയം ഇന്നും ഞാൻ പോയി. ഞങ്ങളുടെ ടീം ബാങ്കിലും ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ തരത്തിലും വർക്കും ചെയ്തു. കാരണം ബാങ്കിൽ വരാൻ സാധ്യതയുള്ള സ്റ്റാഫ്, ബാങ്കിൽ ഞങ്ങളുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. ഇയാൾ 3 ദിവസം മുമ്പ് ബാങ്കിൽ വന്നു. ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഇയാൾ ബാങ്കിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണാൻ വേണ്ടി ഒരു ATM കാർഡുമായിട്ട് ATM കാർഡിൽ വർക്ക് ചെയ്യാത്തൊരു ATM കാർഡ് കൊണ്ട് ഇട്ടിട്ട് അത് കേടാന്ന് പറഞ്ഞ് ഇയാൾ അകത്ത് കയറി. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പയറി ആയ ATM കാർഡുമായിട്ട് അയാൾ വന്നിട്ട്, അപ്പം കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഇയാൾ ഉറപ്പായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് ആ ബാങ്കിലെ ലാസ്റ്റ് 15 വർഷത്തെ അവരുടെ ഫുട്ടേജ് ഉണ്ടല്ലോ, അവരുടെ CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ചില തുമ്പുകളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ബാധ്യത ഒരുപാടുണ്ട്. അയാൾ പലത് പറയുന്നു. അതൊക്കെ ഇനി വെരിഫൈ ചെയ്യണം. അയാൾ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അയാളുടെ ഭാര്യ പുറത്താണ്, മക്കളൊക്കെ ഉണ്ട്. അല്ല, വഴിത്തിരിവ് ഞങ്ങൾ അന്നന്ന് നിങ്ങൾ നോക്കൂ. ഇന്ന് രാവിലെ ഞങ്ങൾ വീഡിയോ കോൺഫറൻസ് നടത്തി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ VC നടത്തി. ഇന്നലെ രാവിലെ VC നടത്തി. ഇന്ന് രാവിലെ ഞാനിവിടെ വന്നു. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നു. ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് എല്ലാം തന്നെ ഓരോ ദിവസവും ഇങ്ങനെ വിളിച്ച് എൻ്റെ പ്രോഗ്രസ്, എല്ലാ സപ്പോർട്ടും. ഇതെല്ലാം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു ടവർ അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങനെ വെറുതെ എടുക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് മേധാവി ഓർഡർ തന്നാൽ മാത്രമേ നമുക്കൊരു ഇതൊരു കൂട്ടായ വർക്കാണ്. പോലീസുകാരുടെ ഒരു ഹാർഡ് വർക്കാണ് എൻ്റെ പറയുന്നത്. 2 മണിക്ക് ശേഷം നിങ്ങൾ ഇയാളുടെ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. ഞങ്ങൾ ഇപ്പോഴാണല്ലോ ചെന്നേ. ഞങ്ങൾ ഇങ്ങനെ അരിച്ചരിച്ച് നമ്മൾ കോമ്പിംഗ് എന്ന് പറയുമല്ലോ. നിങ്ങൾ നോക്കുക, കോമ്പിംഗ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു കോമ്പിംഗ് ആയിരുന്നു. ഞങ്ങൾ നോക്കുക, നേരെ ഇയാളെടുത്ത് ചെല്ലുന്ന ഒരാളല്ല, 2 പേരല്ല, വലിയൊരു ടീമായിട്ട് ഞങ്ങൾ വളയുകയാണ്. കാരണം ഒരു കാരണവശാലും ഒരാൾ പെട്ടെന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ നല്ലതുപോലെ പ്ലാൻഡായിരുന്നു, വെൽ പ്ലാൻഡായിരുന്നു. ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം 4-4:30 മണിക്ക് DIG തന്നെ വീഡിയോ കോൺഫറൻസിൽ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഒരു ഡിസ്കഷൻ നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പ്രൊഫഷണലിസം, പോലീസിന്റെ പ്രൊഫഷണലിസം. പിടിക്കാൻ പറ്റും. ബൈക്കിന്റെ നമ്പർ ഉണ്ടെങ്കിൽ, CCTV ഫുട്ടേജ് ആണെങ്കിൽ കിട്ടാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത്രയും പ്ലാൻഡായിട്ട് ചെയ്തിട്ടും
നമ്മൾ പിടിച്ചല്ലോ. കേരള പോലീസ് എന്തോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കവർച്ച, അതാണ് ഞാൻ പറഞ്ഞത്. കവർച്ച നടത്തിയെന്ന് കുറച്ച് പൈസകൾ എടുത്താൽ പറയുന്നു, പക്ഷേ വലിയ ബണ്ടിൽസ് സേഫായിട്ട് വെച്ചു എന്നാണ് അതിൽ നിന്ന് കിട്ടുന്ന സൂചന. അതെവിടാന്നൊന്ന് എടുക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റിക്കവറി ഉണ്ടാവും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100 കണക്കിന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ പട്ടണത്തിൽ, ഈ ചാലക്കുടി, പോട്ട, ഈ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ ചെല്ലാത്ത മേഖലയില്ല. ഞങ്ങൾ ഞായറാഴ്ച വരെ എത്രയോ പേരെ വിളിച്ചുണർത്തി. ഞങ്ങൾ അവസാനം ഈ എൻഡോർക്ക് സ്കൂട്ടർ എന്ന് പറയുന്നത്, അതിനൊരു GPS സംവിധാനമുണ്ട്. ഇൻബെൽറ്റ് ഉണ്ടോ എന്നൊരു സംശയം വന്നിട്ട് ഞങ്ങളത് ഫോൺ പെയ്ഡ് ആണെന്ന് നോക്കി. അതുവരെ ഞങ്ങൾ പരിശോധിച്ചു. അതിലും ഞങ്ങൾക്ക് ചില സൂചന കിട്ടി. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ഈ സ്കൂട്ടറിന് ആഴ്ചകൾക്ക് മുമ്പേ അയാൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആ ഡേറ്റ് ഫിക്സ് ചെയ്തത് 4 ദിവസം മുമ്പാണ്. അത്രയേ ഉള്ളൂ. അയാൾക്കറിയാം വെള്ളിയാഴ്ചകൾ ഈ നേരെ ഓപ്പോസിറ്റ് പോട്ട പള്ളിയാണ്. ഈ പോട്ട പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ച, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച, അവസാന വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്. അയാൾക്കറിയാം 2ാം വെള്ളിയാഴ്ചയും 3ാം വെള്ളിയാഴ്ചയും ഇല്ല. ഇത് കൃത്യം നോക്കിക്കോണം, 2ാം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇയാൾ സെലക്ട് ചെയ്തത് ഇത് വേറൊരു വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ അവിടെ വലിയ ജനമാണ്. പിന്നെ അവിടെ കല്യാണം, എല്ലാ ദിവസവും കല്യാണവും ചടങ്ങും മാമോദീസ, വിവിധ ഈ ആത്മീയ ചടങ്ങുകളുണ്ട്. അന്ന് ഒരു ചടങ്ങുമില്ല. വെള്ളിയാഴ്ചകളിലില്ല. വെള്ളിയാഴ്ചകളിലാകെ ഉള്ളത് 1ാം വെള്ളിയാഴ്ചയും 4ാം വെള്ളിയാഴ്ചയും മാത്രമാണ്. അതാണ് കറക്റ്റ് ഈ വെള്ളിയാഴ്ച സെലക്ട് ചെയ്തത്. ഇനി അയാൾ വേറൊരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് അയാൾക്കറിയാം 2 മുതൽ 2:30 വരെയാണ് ആ ബാങ്കിൻ്റെ. ഈ സമയത്ത് ആരും ഫ്രണ്ടിലില്ല. ക്യാഷ് കൗണ്ടർ കാര്യമായിരിക്കും. പൈസ ഇതുപോലെ വെച്ചേക്കും. അപ്പോൾ എന്തൊക്കെയാണോ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലൂപ്പ് ഹോൾസ്, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. കരിക്കത്തി അയാൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. കരിക്കത്തി അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ കണ്ടെടുക്കണം. അതും എവിടെയൊക്കെയോ ഉണ്ട്, ഞങ്ങൾക്ക് നോക്കാനുണ്ട്. എവിടെ വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. ഞാൻ ദയവ് ചെയ്ത് ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാൻ, ആ ഭാഗം ഞങ്ങൾ അന്വേഷിക്കണമല്ലോ. നിലവിൽ അയാൾ ചെയ്തു എന്ന് പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഞങ്ങളുടെ ടീം എല്ലാവരും ഇല്ല ഇവിടെ. കുറച്ച് പേര് ഇപ്പോഴും വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. ഞങ്ങളുടെ ടീമിൽ 20, 25, 30, ഞങ്ങൾ ആദ്യം ടീം ഒരു 25 പേരുടെ ടീം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ 7 പേരെയും കൂടെ, ഇന്നലെ 7 പേരെയും കൂടെ ചേർത്തു ടീമിനകത്ത്. കാരണം ഇത് പിടിച്ചേ പറ്റൂ. കാരണം പട്ടാപ്പകൽ ഒരു ബാങ്കിൽ, ധനകാര്യ സ്ഥാപനത്തിൽ കയറുക എന്ന് പറയുന്നത്, അത് നമുക്ക് കേരള ജനം അത് അംഗീകരിക്കത്തില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. നമ്മളും അങ്ങനെയാണ്. നമ്മൾ 0 ടോളറൻസ് ആണ് കാര്യത്തിൽ. അല്ല, അങ്ങനെ വേണമല്ലോ. അങ്ങനെ ഒരു സന്ദേശം വരണം. അങ്ങനെ പ്രത്യേകിച്ചും അയാൾ കത്തി കാണിച്ച് കത്തിയുടെ മുള്ളുമുനയിൽ നിർത്തി. അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പരിശോധിക്കണം, നോക്കിയെടുക്കണം. അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണ്. അയാൾ പറയുന്നുണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണ്. അല്ല, ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം അയാൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞങ്ങൾ തുടർ നടപടികൾ അടക്കും. ഇന്ന് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് ഇവിടെ തീരുന്നില്ല. അയാൾ ഈ ചെയ്ത കുറ്റത്തിന് കോടതിയിൽ കറക്റ്റ് നടപടി ഉണ്ടാവും. അതാണ് കോടതിയിൽ നിന്ന് കറക്റ്റ് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അല്ല, അതിനെ കുട്ടികളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അല്ലല്ല, ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്. പക്ഷെ അവരെ കുറിച്ച് പറയുന്നില്ല. 2 കുട്ടികളുള്ളത് പറയുന്നില്ല. ശരിയാണ്.